പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കൂടി ജാമ്യം നൽകി സുപ്രീം കോടതി. അബ്ദുൽ സത്താർ, യഹിയ തങ്ങൾ, CR റൌഫ് എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയത്. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? വിവരങ്ങൾ. ഉന്മേഷ്, ഇതിനു മുൻപ് പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട PFI പ്രവർത്തകർക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെ ശക്തമായി NIA എതിർത്തെങ്കിലും ഈ പ്രതികൾക്കെതിരായ വിശദമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാനായി സുപ്രീംകോടതി നിർദ്ദേശിക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷമാണ് ഇന്ന് 3 PFI പ്രവർത്തകർക്ക് കൂടി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അബ്ദുൾ സത്താർ, യഹിയ കോയ തങ്ങൾ, CR റൌഫ് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് കോടതി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നത് പ്രത്യശാസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ ദീർഘനാൾ ജയിലിൽ അടയ്ക്കാനാകില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 പേർക്ക് കൂടി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.